എൻ്റെ ഫോണ് കേടുവന്നിരുന്നു. കേടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ മാത്രമാണ് കേടുവന്നത്, അല്ലാതെ മറ്റുള്ള ഉപയോഗത്തിനൊക്കെ ഫോണ് നല്ലതായിരുന്നു. ഓപ്പോയുടെ F11 Pro ആണ് ഞാൻ ഉപയോഗിച്ചത്. 11 Pro 258 GB മെമ്മറിയുള്ള നല്ല സാധനമായിരുന്നു. പക്ഷേ എന്തോ അറിഞ്ഞില്ല, അതിൻ്റെ ക്യാമറ നഷ്ടപ്പെട്ടു പോയി. ഫ്രണ്ട് ക്യാമറ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു. അങ്ങനെ ഇത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ക്യാമറ ഇപ്പോൾ ഇറങ്ങുന്നില്ല. കാരണം ഞാനിതിപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ടൈമിലാണ് ഇത് വാങ്ങിയത്. അന്ന് എത്ര 25,000 ഇതിൻ്റെ റേറ്റ് വന്നത്. പിന്നീടിപ്പോൾ ഞാൻ പലരോടും ഈ ഇതിനെപ്പറ്റി ഫോണിനെ പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ പല സുഹൃത്തുക്കളോടും പറഞ്ഞു, ഒരു ഫോണ് ആവശ്യമാണ് എനിക്ക്, എൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉള്ളത്, പിന്നെ അത്യാവശ്യം വരയ്ക്കുന്നത്, മറ്റേ കവിതയെഴുത്ത്, കഥ എഴുത്ത്, ലേഖനങ്ങൾ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഫോണ് നിർബന്ധമായിട്ട് വന്നു. ഫോണാണെങ്കിൽ കയ്യിൽ ഉള്ളത് ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. നല്ല ഫോണായിരുന്നത്. ഇതിൻ്റെ ക്യാമറ ഷട്ടർ ഇവിടുന്ന് ഇങ്ങനെ പൊന്തുന്ന അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതിൻ്റെ ബെൽറ്റ് പോയതാണ്. പിന്നീട് അത് ക്യാമറയും പോയി. ബെൽറ്റ് പോയപ്പം ഇത് വീണ്ടും ഉയരാൻ ശ്രമിച്ചപ്പോൾ ക്യാമറ വരെ സ്ക്രാച്ചസ് ആയി, ക്യാമറയും പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ക്യാമറ. പിന്നീട് ഞാൻ എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, പുള്ളി ഖത്തറിലാണ്. പുള്ളിയോട് ഞാൻ ബന്ധപ്പെട്ട്, പുള്ളി മ്യൂസിക്കൽ സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വെക്കുന്ന പണിയാണ്. അങ്ങനെ പുള്ളിയോട് ഞാൻ ചോദിച്ചു. പുള്ളി ഹജ്ജിന് പോയ ടൈമിൽ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഒരു മറുപടിയുമില്ല. അതുവരെയുള്ള ആത്മാർത്ഥ സുഹൃത്താണ് വിചാരിച്ചിട്ട് പറഞ്ഞതായിരുന്നു, ചെറിയൊരു ഫോൺ വേണം, നല്ല ക്യാമറ ഉള്ള ഫോണൊന്ന് വേണമെന്ന് പറഞ്ഞ്. അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ. പക്ഷേ എന്തോ പുള്ളി അതിനുവേണ്ടി അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നീട് ഞാൻ ഇത് പരിചയപ്പെട്ട വേറൊരു വ്യക്തിനോട് ചോദിച്ചു. പുള്ളി ഇവിടെ അടുത്ത് കൂത്തുപറമ്പുള്ള പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളിയോ അതിന് ശരിയായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല. വേറെ ആരോടും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഇതൊന്നും ഞാൻ ഈ വിവരം, ഫോണില്ലാത്ത വിവരം അറിഞ്ഞത് മറ്റൊരു സുഹൃത്ത് എനിക്കൊരു ഫോണ് അയച്ചു തന്നു. അപ്പോൾ അതിപ്പം കിട്ടിയിട്ട് ഞാനൊരു മാസത്തോളമായി. ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ ഓരോ തിരക്കിലായിട്ട് ഫോണിനെ കുറിച്ചിട്ട് ഇട്ടില്ല. അത് ഇതായിരുന്നു കേട്ടോ, ഈ ഫോണാണ് വന്നത്. ഇത് ആപ്പിളിൻ്റെ 14 നമ്പറാണ്, iPhone 14. അപ്പോൾ ഇത് നല്ല ഇതുണ്ട്, നല്ല ക്ലാരിറ്റിയാണ്. സിനിമാറ്റിക് വീഡിയോ എടുക്കാനും, പിന്നെ ഗ്രാഫിക് ഡിസൈൻസ്, വർക്ക്, ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. നല്ല സാധനം. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ്. പിന്നെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ അവരെ വലിയ രീതിയിൽ സൗഹൃദമാണെന്ന് വിചാരിച്ച് നടിക്കും, പക്ഷെ ഒക്കെ ഒരു കളിപ്പീര. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. കാരണം ഞാൻ വിചാരിച്ചത് എന്താ പറയുക, അതുവരെ അവൻ എൻ്റെ ആളാണ്, എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ. കാരണം ഞങ്ങൾ അത്രയും ഒന്നിച്ച് പഠിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് ഇതിലുള്ള. അതിനുശേഷം പുള്ളി ഖത്തറിലെത്തി, ഞാനും ഖത്തറിലെത്തിയപ്പോൾ പുള്ളിയായിട്ട് ബന്ധപ്പെടലും എങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് സംസാരിക്കലൊക്കെ ഉണ്ട്. നിരന്തരം ദിവസവും എന്നായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഈ ഒരു പ്രശ്നത്തിൽ മിണ്ടാട്ടില്ല. എന്താ പറ്റിയെന്നറിയില്ല. കാരണം എന്തോ നമ്മൾക്ക് ഓരോരുത്തരെയും നമ്മളെ വിലയിരുത്തുന്നുണ്ടല്ലോ, അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത് നല്ല ഫോണാണ്. ഇതിൻ്റെ ക്യാമറയും നല്ല സാധനം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതപ്പോൾ ഈ iPhone ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യത്തെ തുടക്കത്തിൽ എനിക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നി. അതിനെനിക്ക് അഡ്വൈസ് തന്നതും മറ്റുള്ള പഠിപ്പിച്ചത് ഫഹീം സമീറും, പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അളിയനുണ്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നത്, കുഞ്ഞിപ്പള്ളിയാണ് പുള്ളി.
പുള്ളിയും എനിക്ക് സമ്മാസ് എന്നാണ് പേര്. അപ്പോൾ സമ്മാസും എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് തന്ന്. പിന്നെ സമ്മാസാണ് എനിക്ക് എൻ്റെ ഫോണിൻ്റെ കവറും തന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സ്ക്രീൻ കാർഡും പുള്ളി എൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇതൊക്കെ ചെയ്ത് എനിക്ക് കൊണ്ട് തന്നു. പിന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും മറ്റുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഐഫോണ് കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു എനിക്ക് സാംസങ് വീട്ടിലെത്തിയത്. ഗാലക്സി A06 സാംസങ്ങിൻ്റെ. ഇതിപ്പോൾ എൻ്റെ ഭാര്യയാണ് ഉപയോഗിക്കുന്നത്. അവൾ ഫോണ് കേടുവന്ന കാരണം ഇത് കൊടുത്തു. ഇപ്പം ഞാൻ ഈ ഐഫോണും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിലെത്തിച്ചാണ്. പിന്നെ ഇത്രയും വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് മുഖ്യ ഘടകം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.